കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചാലോ? ലോക അത്ലറ്റിക്സിന്റെ കോണ്ടിനെന്റൽ ടൂർ ചലഞ്ചർ വിഭാഗത്തിലുള്ള ദക്ഷിണാഫ്രിക്കയിലെ പോച്ചഫ്സ്ട്രൂമിൽ ഇൻവിറ്റേഷണൽ ട്രാക്ക് ഇവന്റിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയതാര്? അത് നമ്മുടെ സ്വന്തം അഭിമാനം നീരജ് ചോപ്രയാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നോബൽ സമ്മാന ജേതാവും പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനുമായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ എത്രാമത്തെ ചരമദിനമാണ് 2025 ഏപ്രിൽ 18-ന്? അത് 70ാമത് ചരമദിനമാണ് ഏപ്രിൽ 18-ന് കഴിഞ്ഞത്. നിലവിലെ രാജ്യാന്തര ആണവോർജ ഏജൻസി തലവൻ ആരാണ്? അത് റാഫേൽ മരിയാനോ ഗ്രാസിയാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ആണവ പദ്ധതികളിൽ നിയന്ത്രണം വരുത്തുന്നതിന് ഇറാനുമായി US നടത്തുന്ന രണ്ടാംഘട്ട ചർച്ചയ്ക്ക് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം റോമാണ്. ആദ്യഘട്ട ചർച്ചയുടെ വേദി ഒമാനിലായിരുന്നു. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരതീയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ? അത് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ആണവ പദ്ധതികളിൽ നിയന്ത്രണം വരുത്തുന്നതിന് ഇറാനുമായി US നടത്തുന്ന രണ്ടാംഘട്ട ചർച്ചയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരം റോമാണ്. ആദ്യഘട്ട ചർച്ച നടന്നത് എവിടെയാണെന്ന് കൂടി ഓർത്തു വെച്ചോളൂ. രാജ്യാന്തര ആണവോർജ ഏജൻസി തലവൻ ആരാണ്? ഉത്തരം ഓർത്തു വെച്ചോളൂ. ലോക അത്ലറ്റിക്സിന്റെ കോണ്ടിനെന്റൽ ടൂർ ചലഞ്ചർ വിഭാഗത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ്? ഉത്തരം കമന്റ് ചെയ്യൂ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരതീയ ഗ്രന്ഥങ്ങൾ 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ: ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ആൽബർട്ട് ഐൻസ്റ്റീനിൻ്റെ എത്രാമത്തെ ചരമദിനമാണ് 2025 ഏപ്രിൽ 18-ന് കഴിഞ്ഞത്? അത് 70ാമത്തെ ചരമദിനമായിരുന്നു. കണ്ടന്റ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് പേജ് ഒന്ന് ഫോളോ ചെയ്യൂ.